സീറോ മലബാർ സഭ മെത്രാൻ ക്ഷേമ സഭയായി അധപ്പതിച്ചിരിക്കുന്നു. സിനഡ് പിതാക്കന്മാർ തന്നെ തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിന് വിമത പുരോഹിതർ എതിര് നിന്നപ്പോൾ വിശ്വാസി സമൂഹം മെത്രാൻ സിനഡിനോടും മാർപ്പാപ്പായോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി സമരം ചെയ്യുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായി. അതിനിടെ എത്ര സിനഡുകൾ കൂടിക്കഴിഞ്ഞു. ഈ അവസാന നിമിഷമെങ്കിലും അതിനൊരു പരിഹാരമുണ്ടാകുമെന്ന് കരുതി വേഴാമ്പലിനെ പോലെ വിശ്വാസികൾ കാത്തിരിക്കുന്നതും പടിക്കൽ ലാസറിനെ പോലെ അവർ സുഭിക്ഷമായി 7 ദിവസവും കഴിക്കുന്ന ആത്മീയാഹാരത്തിൻ്റെ ഉച്ഛിഷ്ടമെങ്കിലും വിശ്വാസികൾക്ക് തരണമെന്നാവശ്യപ്പെട്ട് ഇത്രയേറെ കേണുകൊണ്ടിരുന്നിട്ടും 6 ലക്ഷം വരുന്ന വിശ്വാസികളുടെ രോദനം കേൾക്കാതെ, അവരെ പരിഗണിക്കാതെ രൂപതകൾ വിപുലീകരിക്കാനും കൂടുതൽ മെത്രാന്മാരെ സൃഷ്ടിക്കുവാനുമാണ് ഈ 4 വർഷം സിനഡ് പിതാക്കന്മാർ സിനഡ് ഒത്തുചേർന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അവർക്ക് മെത്രാന്മാരുടെ ക്ഷേമത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അവരെങ്ങനെ സുഖസുഭിക്ഷമായി ജീവിക്കണം, അവർക്കെങ്ങനെ പദവി കൊടുക്കണം, കൂടുതൽ രൂപതകൾ ഉണ്ടാക്കണം, മെത്രാന്മാരെ സൃഷ്ടിക്കണം, അവർക്ക് ഈ മൊണ്ണവിശ്വാസികളുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലം പറ്റി സുഖമായി ജീവിക്കണം. അതിനുള്ള സംവിധാനം മാത്രമാണ് അവർ സിനഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെത്രാന്മാരുടെ ക്ഷേമമാണ്, വൈദികരുടെയും ക്ഷേമമാണ് ഈ മെത്രാൻ സിനഡ് കൊണ്ട് സഭയ്ക്കുണ്ടാകുന്ന നേട്ടം. വിശ്വാസികൾക്ക് ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾക്ക് ആത്മീയമായി എന്താണ് നേട്ടമുണ്ടാകുന്നത്? ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ആത്മീയമായി എന്ത് വളർച്ചയാണ് ഉണ്ടാകുന്നത്? ആത്മീയ ദാരിദ്ര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയെ നശിപ്പിച്ചുകൊണ്ട് മെത്രാന്മാർ ക്ഷേമം കൈകാര്യം ചെയ്ത് അവരുടെ നന്മയ്ക്ക് ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ മെത്രാൻ സിനഡ് അധപ്പതിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മാർഗമോ മാർപ്പാപ്പ പറയുന്ന മാർഗം അനുസരിച്ചോ വിശ്വാസികളെ മുമ്പോട്ട് നയിക്കണമെന്ന് ഈ സിനഡന്മാർക്ക് യാതൊരു താല്പര്യവുമില്ല. അവർക്ക് അവരുടേതായ സാമ്രാജ്യവും സ്വസ്ഥ ജീവിതവും സുഖസുഭിക്ഷമായ സമൃദ്ധിയിലുള്ള ജീവിതവും മാത്രമാണ് അവർ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും അനേക കാതം ദൂരം അകന്നു നിൽക്കുന്ന ഈ പിതാക്കന്മാർ എന്തുമാത്രം അധപ്പതിച്ചിരിക്കുന്നു. ആളുകളുടെ വിശ്വാസികളുടെ മുമ്പിൽ പ്രഘോഷണം നടത്തുമ്പോൾ വളരെ അത്യുച്ചത്തിലും ദൃഢഗാംഭീര്യത്തിലും പ്രസംഗിക്കുന്ന വീരയോദ്ധാക്കളെന്ന് അവകാശപ്പെടുന്ന പാമ്പാടി രാജനും ഒക്കെ ഉള്ള ഈ സിനഡ് വിശ്വാസികൾക്ക് എന്ത് നന്മയാണ് പ്രദാനം ചെയ്തത്? വിശ്വാസികളെ നമുക്ക് കർത്താവും മാർപ്പാപ്പായും മാത്രമാണ് ഉള്ളത്. ഈ സിനഡ് പിതാക്കന്മാരെന്ന് പറഞ്ഞ അരപ്പട്ടക്കാരെ നമ്മൾ ബഹിഷ്കരിക്കണം, ഇവരെ ഉപേക്ഷിക്കണം. നമ്മൾ സീറോ മലബാർ സഭ വിട്ട് കർത്താവിൻ്റെ സഭയിൽ ജീവിക്കണം, മാർപ്പാപ്പായുടെ കീഴിൽ ജീവിക്കണം. ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഇവന്മാരെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യത ഇനി സീറോ മലബാർ വിശ്വാസികൾക്ക് ഇല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു.